ഇവളിവിടെ നിൽക്കുമായിരുന്നു. ചിന്നു, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ആളെ കാണാതെ ഞാൻ അന്വേഷിച്ചെടുക്കുമായിരുന്നു. ഇതെന്താ ചിന്നു ഇങ്ങനെയൊക്കെ? മാറ്റി പിടിച്ചേ, ഡേഞ്ചറാണേ. ചിന്നു വേണ്ട, തമാശ അടിക്കല്ലേ. ഇത് മാറ്റി പിടിച്ചേ. മിണ്ടരുത്. വേണ്ട, ഗുരുനിന്ദയാവും. ഞാൻ നിന്റെ അധ്യാപകനാ, എന്നോട് ഇങ്ങനെയൊന്നും പെരുമാറരുത്. മിണ്ടാതെ എന്റെ കൂടെ വാ. എങ്ങോട്ട്? നടക്ക, നടക്കാൻ നടക്ക്. ചിന്നു, ചിന്നു മുറിയും. മിണ്ടാതെ നടക്കങ്ങോട്ടെ. ഇതുകൊണ്ടാ സെപ്റ്റിക് ആവും. അതെ അതെ. ഓ ആ, അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. അമ്മേ, ദക്ഷയും അവളുടെ ഏട്ടനും ഇവിടെ വന്നത് നീ അറിഞ്ഞില്ലേ? അമ്മേ, അത് ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്നവളാണ് ദക്ഷ. അവള് വരുമ്പോ ഈ വീട്ടിലെ മൂത്ത മകനായ നീയും അവളോട് സംസാരിക്കണമായിരുന്നു. ഇവിടെ നമ്മളെ കാണാൻ വന്നത് ഒരനാഥ പെണ്ണല്ല, ഹോം മിനിസ്റ്ററുടെ മകളാ. നമ്മളാണെങ്കിൽ ബിസിനസ്സുകാരാ, കോടികൾ മുടക്കി വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകൾ. അപ്പോ ഒരു മന്ത്രിയുടെ മകൾക്ക് നീ കൊടുക്കേണ്ട മര്യാദ ഇങ്ങനെയാണോ? അല്ല, ഞാൻ കുറച്ച് ജോലി തിരക്കിലായിരുന്നു. ഐശ്വര്യ വന്ന് പറഞ്ഞപ്പോഴാ ദക്ഷയുടെ എത്തിയ കാര്യം ഞാൻ അറിഞ്ഞത്. അമ്മയ്ക്ക് അറിയാലോ ഞാൻ വർക്കോളിക്കാണെന്ന്. ഇനി ഇതാവർത്തിക്കരുത്. ദക്ഷ വരുമ്പോ അവൾ അർഹിക്കുന്ന റെസ്പെക്ട് നീ അവൾക്ക് കൊടുത്തിരിക്കണം. ശരി അമ്മേ. അമ്മേ, ഒരു മിനിറ്റ്. എന്തു വേണം? സാറിന് അമ്മയോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിന് നിന്റെ വക്കാലത്ത് വേണോ? എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഇവൻ എന്നോട് പറയാലോ. എന്താ, നിനക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ഇവളുടെ ശുപാർശ വേണോ? ചോദിക്കാനുള്ളത് നേരിട്ട് ചോദിച്ചൂടെ? ശരിക്കും മനസ്സുകൊണ്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ തന്നെ കേറി വന്നിരിക്കുക എന്റെ മൂഡ് കളയാനായി. എനിക്ക് അമ്മയോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.